ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തി 14 അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളാണ് ഞാനിപ്പോൾ വായിക്കാൻ പോകുന്നത്. അപ്പോസ്തല പ്രവൃത്തി 14:19 മുതൽ. എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കയിൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്നു. പിറ്റേന്നാൾ ബർന്നബാസിനോടുകൂടെ ദർബയ്ക്ക് പോയി. ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ച് പലരെയും ശിഷ്യരാക്കിയ ശേഷം അവർ ലുസ്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്ന പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്നു. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സുറപ്പിച്ചു പോന്നു. അവർ സഭതോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവെങ്കിൽ അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്തു. അവർ പിസിദിയിലൂടെ കടന്ന് പംഫിലിയയിലെത്തി പെർഗയിൽ വചനം പ്രസംഗിച്ച ശേഷം അത്തെല്ലിക്ക് പോയി. അവിടെ നിന്ന് കപ്പൽ കയറി അന്ത്യോക്യയിലേക്ക് പോയി. തങ്ങൾ നിവർത്തിച്ച വേലയ്ക്കായി ദൈവകൃപയിൽ അവരെ ഭരമേൽപ്പിച്ചത് അവിടെ നിന്നായിരുന്നുവല്ലോ. അവിടെ എത്തിയ ശേഷം സഭയെ ഒരുമിച്ച് കൂട്ടി ദൈവം തങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നുകൊടുത്തതും അറിയിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരോടുകൂടെ കുറേ കാലം അവിടെ പാർത്തു. പൗലോസും ബർന്നബാസും ലുസ്ര എന്ന സ്ഥലത്ത് ചെയ്ത കാര്യങ്ങളാണ് നാം കഴിഞ്ഞ ആഴ്ച കേട്ടത്. ഒരു മുടന്തന് സൗഖ്യം കൊടുത്തത് മൂലം ദൈവമായി അവരെ കണക്കാക്കി. എന്നാൽ പൗലോസും ബർന്നബാസും അവരെ തടഞ്ഞു. അവർക്ക് വലിയ സ്വീകരണമാണ് ലുസ്രയിൽ കിട്ടിയതെങ്കിലും അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ ലുസ്രയിൽ വന്നു. അവർ പൗലോസിനും ബർന്നബാസിനുമെതിരെ മോശമായി സംസാരിച്ചു. അവിടെയുള്ള ആളുകളോടാണ് സംസാരിച്ചത്. ഇത് എത്ര ദിവസം എടുത്തു എന്നറിയില്ല. അതിൻ്റെ ഫലമായി ദൈവമായി കരുതിയ ആളുകൾ അവർ തന്നെ പൗലോസിനും ബർന്നബാസിനുമെതിരെ തിരിഞ്ഞു. അവർ അവരെ അടിച്ചു എന്ന് മാത്രമല്ല, പൗലോസ് മരിച്ചുപോയി എന്ന് അവർക്ക് തോന്നിയിട്ട് അവർ പൗലോസിനെ വലിച്ച് പട്ടണത്തിന് പുറത്തിട്ടു. ഇങ്ങനെയൊക്കെ പെരുമാറാൻ അവർക്കെങ്ങനെ സാധിച്ചു? അതിനൊരു കാരണമേ ഉള്ളൂ. ഈ ചെയ്ത ആളുകൾ പിശാചിൻ്റെ അടിമത്തത്തിലാണ്. അവരെക്കൊണ്ട് അത് ചെയ്യിച്ച യഹൂദന്മാരും പിശാചിൻ്റെ അടിമത്തത്തിലായിരുന്നു. അപ്പോൾ പിശാചാണ് അവരിൽ പ്രവർത്തിച്ചത് എന്ന് നമുക്ക് കാണാം. ദൈവം എന്ന് ചില ദിവസങ്ങൾക്ക് മുമ്പ് വിളിച്ച അതേ ആളുകൾ തന്നെ ഇപ്പോൾ കൊന്നു. അല്ലെങ്കിൽ അവർ വിചാരിച്ചു പൗലോസ് മരിച്ചുവെന്ന്. ശവത്തോട് പോലും ബഹുമാനമില്ലാതെയാണ് അവർ പെരുമാറിയത്. അവർ വിചാരിച്ചു പൗലോസിൻ്റെ ശവമാണത്, ഈ പട്ടണം വൃത്തികേടാക്കണ്ട എന്ന് വെച്ച് അവർ ആ ശവം വലിച്ചു പുറത്തിട്ടു. പൗലോസ് മരിച്ചു എന്ന് ചില ആളുകൾ വിശ്വസിക്കുന്നു. എന്നാൽ ഇവിടെ വായിച്ചാൽ നമുക്കങ്ങനെ തോന്നുകയില്ല. ഇതിന് ചിലർ പറയുന്ന കാരണം, കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് കാണുന്നു. അത് ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പൗലോസ് മരിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോയി അവിടെ ദർശനങ്ങൾ കണ്ടതായിരിക്കുമെന്ന് ചിലർ പറയുന്നു. ഇതിനെതിരായിട്ടും അനുകൂലമായി തെളിവുകൾ ഒന്നുമില്ല. പൗലോസിന് ചുറ്റും നിന്ന ശിഷ്യന്മാർ നോക്കി നിൽക്കെ പൗലോസ് എഴുന്നേറ്റു എന്നാണ് വായിക്കുന്നത്. അദ്ദേഹത്തിന് സൗഖ്യം കിട്ടിയതായിരിക്കുവാനാണ് സാധ്യത. കൂടെ നിന്ന ശിഷ്യന്മാരിൽ തിമത്തിയോസ് എന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഈ തിമത്തിയോസിന് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പൗലോസ് കത്തെഴുതുന്നുണ്ട്. ആ കത്തിൽ താൻ പറയുന്നു, 2 തിമത്തിയോസ് 2:3 ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. പൗലോസ് ലുസ്രയിൽ വെച്ച് നേരിട്ടത് എന്താണ് എന്ന് നേരിട്ട് കണ്ടയാളാണ് തിമത്തിയോസ്. ആ തിമത്തിയോസിന് ഈ ഉപദേശം മനസ്സിലാക്കാൻ വിഷമമില്ല. 20-ാം വാക്യത്തിൽ നാം കാണുന്നത് പൗലോസ് എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് എന്ന് വെച്ചാൽ ലുസ്രയിലേക്ക് തന്നെ പോയി എന്നാണ്. ഒന്ന് ഓർത്തു നോക്കൂ, ലുസ്രയിൽ പൗലോസിനെ അടിച്ച് കൊന്ന ആളുകൾ പൗലോസിനെ കണ്ടിരുന്നുവെങ്കിൽ
ചുരുങ്ങിയ പക്ഷേ അവരെങ്കിലും കരുതി പൗലോസ് മരിച്ചു എന്ന്. പൗലോസിൻ്റെ ശവമാണ് അവർ പുറത്തോട്ട് കൊണ്ടുപോയത് എന്നാണ് അവർ വിചാരിച്ചത്. പൗലോസിനെ അവർ കണ്ടിരുന്നെങ്കിൽ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതിനുശേഷം അവർ ദർബയിൽ പോയി സുവിശേഷം പറഞ്ഞു. അവിടെ അനേക ശിഷ്യന്മാരുണ്ടായതായി നാം വായിക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അവർ ലുസ്ത്രയിൽ വന്നു. പിന്നെ ഇക്കോന്യയിൽ പോയി. ഇക്കോന്യയിൽ അത്ഭുതങ്ങളൊക്കെ നടന്നതായിട്ട് നമ്മൾ നേരത്തെ കണ്ടതാണ്. പിന്നെ അവർ അന്ത്യോക്യയിലും വന്നു. ഈ എല്ലാ സ്ഥലത്തും, അത്ഭുതങ്ങൾ നടന്ന സ്ഥലത്തും അത്ഭുതങ്ങൾ നടക്കാത്ത സ്ഥലത്തും ഒരേ ഉപദേശമാണ് ശിഷ്യന്മാർക്ക് പൗലോസും ബർന്നബാസും നൽകിയത്. അതെന്താണ്? വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ചു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, നിങ്ങൾ വിശ്വസിച്ചു എന്നത് ശരിയാണെങ്കിലും നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണം എന്ന് പൗലോസ് അവരോട് പറഞ്ഞു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു എന്ന് കരുതി പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്ന് വിചാരിക്കരുത്. നിങ്ങൾ അനേക കഷ്ടങ്ങളിൽ കൂടി, ഈ കഷ്ടങ്ങൾ സഹിച്ചുകൊണ്ടാണ് ദൈവരാജ്യത്തിൽ കടക്കേണ്ടത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി അവരെ തയ്യാറെടുപ്പിക്കുകയായിരുന്നു. ഒന്ന്, വിശ്വാസം ത്യജിച്ച് കളയാനുള്ള സാധ്യതകളുണ്ട്, അത്തരത്തിലുള്ള പരീക്ഷകളുണ്ടാവും. പിന്നെ വലിയ കഷ്ടതകളുണ്ടാവും. ഇത് രണ്ടും നിങ്ങളെ വിശ്വാസത്തിൽ നിന്ന്, ദൈവരാജ്യത്തിൽ കടക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കരുത് എന്ന ഉപദേശമാണ് പൗലോസും ബർന്നബാസും ആ പുതിയ വിശ്വാസികൾക്ക് നൽകിയത്. അത് ഇന്നത്തെ കാലത്തും ശരിയാണ്. ഇന്ന് അനേക ആളുകൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാ പ്രശ്നങ്ങളും തീർന്നു, ഇനി സുഖമായി ജീവിക്കാം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ദൈവവചനം, പുതിയ നിയമം അതിന് എതിരാണ്. നമ്മൾ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് പറയുന്നു, കഷ്ടത നമുക്കുണ്ടാകുമെന്നും പഠിപ്പിക്കുന്നു. അതിനുശേഷം സഭകൾ തോറും മൂപ്പന്മാരെ നിയമിച്ചതായി നാം വായിക്കുന്നു. പൗലോസും ബർന്നബാസും യാത്ര ചെയ്ത സ്ഥലങ്ങളിലൊക്കെ വിശ്വാസികളുണ്ടായി, അവിടെയൊക്കെ സഭകളുണ്ടായി. ആ സഭകളിൽ യോഗ്യന്മാരായ ആളുകളെ നേതൃസ്ഥാനത്ത് ആക്കി വെച്ചു. ഇവിടെ ഓരോ സ്ഥലം സഭയിലും മൂപ്പന്മാരെ ആക്കി വെച്ചു എന്നാണ് വായിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഓരോ സഭയിലും ഉള്ള നേതൃത്വം ഒരാളായിരുന്നില്ല, പല വ്യക്തികളായിരുന്നു എന്ന് കാണാം. രണ്ടാമത്തെ കാര്യം, എല്ലാ സഭകളിലും ഒരു നേതൃത്വം ഉണ്ടായിരുന്നു. ഇന്ന് നേതൃത്വത്തിൻ്റെ ആവശ്യമില്ല, എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവർക്കും ഒരേ ശുശ്രൂഷയാണ് എന്ന് കരുതുന്ന ചില ആളുകളുണ്ട്. അത് ശരിയല്ല. എല്ലാ സഭകളിലും നേതൃത്വമുണ്ട്, ഉണ്ടായിരിക്കണം. അത് ദൈവം വെച്ച വ്യവസ്ഥയാണ്. അതിനുശേഷം നാം അവരുടെ മടക്കയാത്രയാണ് വായിക്കുന്നത്. അവർ അന്ത്യോക്യയിലേക്ക് മടങ്ങിപ്പോയി. അന്ത്യോക്യയിലേക്ക് പോകാനുള്ള കാരണം നാം വായിക്കുന്നത്, വേലയ്ക്കായി ദൈവകൃപയിൽ അവരെ ഭരമേൽപ്പിച്ചത് അവിടെ നിന്നായിരുന്നുവല്ലോ. എന്ന് വെച്ചാൽ ഇവർ സുവിശേഷവുമായി ഈ നാടുകളൊക്കെ സഞ്ചരിച്ചതിൻ്റെ പ്രധാന കാരണം അന്ത്യോക്യയിലുള്ള സഭയിലുള്ള നേതൃത്വം ഇവരെ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചു. അത് പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞിട്ടാണ് അവരെ അയച്ചു. അന്ത്യോക്യയിലെ സഭാ നേതൃത്വം ദൈവാത്മാവിനെ അനുസരിച്ചതുകൊണ്ട് ഉണ്ടായ അനുഗ്രഹം എന്താണ് എന്ന് ആ സഭയെ ഇവർ പോയി അറിയിക്കുകയാണ്. ഇത് അവർക്കൊരു പ്രോത്സാഹനമാണ്. കാരണം ഞങ്ങൾ ദൈവാത്മാവ് പറഞ്ഞതനുസരിച്ചാണ് ഈ രണ്ടുപേരെ സുവിശേഷ വേലയ്ക്കായിട്ട് അയച്ചത്. അത് ചെയ്തതുകൊണ്ട് എന്തു വലിയ അനുഗ്രഹമുണ്ടായി. അപ്പോൾ നമ്മൾ ദൈവാത്മാവിനെ അനുസരിച്ചാൽ അനുഗ്രഹമുണ്ടാകുമെന്ന കാര്യം ആ സഭയിലുള്ള ആളുകൾക്ക്, ആ നേതൃത്വത്തിന് മനസ്സിലായി. സുവിശേഷ വേലയിൽ സ്ഥലം സഭകളുടെ പ്രാധാന്യവും നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. സ്ഥലം സഭയിലുള്ള എല്ലാവർക്കും പോകാൻ സാധിച്ചില്ലെങ്കിലും പോകാൻ ദൈവം നിയമിച്ചിട്ടുള്ള ആളുകളെ അതിനുവേണ്ടി വേർതിരിച്ച് അവരെ അയക്കേണ്ട ചുമതല ഓരോ സ്ഥലം സഭയ്ക്കുമുണ്ട്. അന്ത്യോക്യ സഭ ആ നിലയിൽ ഒരു മാതൃകയായിരുന്നു. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.